Hey guys, Sri here, Moto Racer 50. യൂട്യൂബ് മുഴുവൻ എനിക്ക് പ്രൊമോഷൻസ് അതിന് കാണാൻ പറ്റും. ആരും ഒരു നെഗറ്റീവ്സും പറയുന്നില്ല. ശരിക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതിന് അതിൻ്റെതായ സാക്രിഫൈസസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ എനിക്കൊരു കാര്യം പറയണത്, അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ഫോൾഡബിൾ ആണ് മോട്ടോ റേസർ 50. പക്ഷേ പെർഫെക്റ്റ് അല്ല, 2-3 സാക്രിഫൈസസ് ഉണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡിസൈനെ കുറിച്ച് പറയുമ്പം ഐ റിയലി ലവ് ഇറ്റ്. എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ബേസിസ് ആണെങ്കിലും ഇൻഹാൻഡ് ഫീൽ ആണെങ്കിലും എല്ലാം അടിപൊളി. അലുമിനിയം 6000 സീരീസ് ഫ്രെയിമാണ് ഉപയോഗിച്ചേക്കുന്നത്. കവർ സ്ക്രീനിൽ കോർണിങ്ങിൻ്റെ ഗൊറില്ല ഗ്ലാസ് ഫിക്റ്റസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഡ്യൂറബിലിറ്റിയിൽ IP68 ഉണ്ട്. എല്ലാം വെച്ച് നോക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് നോട്ടബിളി പറയുന്ന ഡിസൈനിൽ ഒരു ഫോൾഡബിളിനെ സംബന്ധിച്ച് ഏറ്റവും പാട് അവരുടെ ഹിഞ്ചും ക്രീസ് മെക്കാനിസം നെയിൽ ഡൗൺ ചെയ്യാനാണ്. മോട്ടോ ഹാസ് ഡൺ മാജിക്. എനിക്ക് സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് 6-നെക്കാട്ടിയും ബെറ്റർ ആയിട്ട് ഇഷ്ടപ്പെട്ടൊരു ഹിഞ്ചും ക്രീസ് മെക്കാനിസമാണ്. ഈ സാംസങ്ങിൻ്റെ എനിക്ക് ഒരു പ്രശ്നം തോന്നിയതെന്ന് വെച്ചാൽ ചില സമയത്ത് ഭയങ്കര കട്ടിയായിരിക്കും, ചില സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. എനിക്ക് തോന്നിയതാണ്, മേ ബി എനിക്ക് കിട്ടിയ ഡിവൈസിൻ്റെ മാത്രം പ്രശ്നമായിരിക്കും. പക്ഷേ ഇത് ഭയങ്കര കൺസിസ്റ്റൻ്റ്, എപ്പോഴും ഒരേ ഒരു പ്രഷർ പോലെ. രണ്ടാമത്തേന്ന് പറയുമ്പം ദ ക്രീസ് സൂപ്പർബ് ഇമ്പ്രൂവ്മെൻറ്റ്. സാംസങ്ങിനെ കാട്ടിയും ബെറ്റർ ക്രീസ് ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നിങ്ങൾ ചില സമയത്തൊക്കെ ക്രീസ് ഉണ്ടെന്ന് ഡൗട്ട് അടിക്കുന്ന രീതിയിൽ പോളിഷ് ചെയ്തിട്ട്, ഡോണ്ട് ഗെറ്റ് മീ റോങ്, നിങ്ങൾ ക്രീസിനെ നോക്കി അതിൽ കാണാം. പക്ഷേ നല്ലോണം റിഫൈൻ ചെയ്ത് വരുന്നൊരു ടെക്നോളജിയാണ്. ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നല്ല പ്രീമിയം ഫിനിഷ് കിട്ടും. 188 ഗ്രാംസ് ഉണ്ട്. ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിൻ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നൊരു ഡിസൈനാണ്. ഒരുപാട് സാക്രിഫൈസസും കാര്യങ്ങളും ഒന്നും നമ്മൾ ഡിസൈനിൽ ഈ പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നില്ല. കീപ്പ് ഇൻ മൈൻഡ് X8 ആണ്. എന്ന് വെച്ചാൽ പൊടികൾ കയറിയാൽ പണി കിട്ടും. ഫോൾഡബിൾ മിക്കതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മണലൊന്നും കൊണ്ടിടാതെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഡിസൈനിനെ എലിവേറ്റ് ചെയ്യുന്ന ആ ഡിസ്പ്ലേസ് എന്ന് പറയാം. എന്ന് വെച്ചാൽ വെളിയിലെ കവർ സ്ക്രീനെ കുറിച്ച് പറയുമ്പോഴും അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. 90 Hz ആണ്. 1 billion+ കളേഴ്സ്. 1100 nits ആണ്. രണ്ടിനും എനിക്ക് തോന്നുന്നു ഓട്ടോ ബ്രൈറ്റ്നസ് ഇട്ട മാക്സ് ഔട്ട് ചെയ്യുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് നിറ്റ്സ് എന്ന് പറയുമ്പോൾ 3000. അത് HDR കോണ്ടന്റിന് മാത്രമേ. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഡിസ്പ്ലേ റെസൊല്യൂഷനും പിക്സൽസ് പെർ ഇഞ്ചും എല്ലാം 400 above ഉണ്ട്. സോ ഇറ്റ്സ് എ ഷാർപ്പ്, കളർ ആക്യുറേറ്റ്, ബ്രൈറ്റ് ഡിസ്പ്ലേ. നമുക്ക് നല്ല വെയിലത്ത് പോയാലും എനിക്ക് നല്ലോണം കാണാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നമുക്ക് യൂസേജിനൊന്നും ഫീൽ ചെയ്യത്തില്ല. ഡിസ്പ്ലേ എനിക്ക് ഒരു നോട്ടബിളി പറയാനുള്ള ഫ്രണ്ടിലുള്ള, എന്ന് വെച്ചാൽ ഫോൺ തുറന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ LTPO ആണ്. എന്ന് പറഞ്ഞാൽ വേരിയബിൾ റിഫ്രഷ് റേറ്റ്. അതേസമയം കവർ സ്ക്രീനിനകത്ത് വരുമ്പോഴോ 90 to 60 Hz മാറി കളിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ സെനേരിയോസ്. ആൻഡ് ഡിസ്പ്ലേസിനകത്ത് എനിക്ക് ഒരു സംഭവം നോട്ടബിളി വന്ന്, ഈ റേസറിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഇച്ചിരി വിയേർഡാണ് കേട്ടോ. വിയേർഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബെസൽസ് വരും. നമ്മൾ സാധാരണ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര വൈഡർ ആസ്പെക്റ്റ് ആയതുകൊണ്ട്, ഫോൾഡബിൾ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് എനിക്ക് ചില സമയങ്ങളിൽ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പം എനിക്ക് സൈഡിൽ ഇങ്ങനെ ചുമ്മാ നടക്കുന്ന കാണുമ്പോൾ ഒരുമാതിരി വരും. അതുകൊണ്ട് പ്രോപ്പിനല്ലേ പിഞ്ചും ചെയ്യുമ്പം ഒരുപാട് വിഷൻ ലോസ്റ്റ് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. സോ മൾട്ടിമീഡിയക്ക് ഈവൻ ദോ ഈ ഡിസ്പ്ലേ ഭയങ്കര അടിപൊളിയാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ദിസ് ഇസ് ദി ബെസ്റ്റ്. ഫോൺ എടുക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട്, ABC മൊബൈൽസ് പെട്ടെന്ന് എടുക്കുക. അവർ ബാങ്ക് ഓഫേഴ്സും ഓൺലൈൻ ഓഫേഴ്സും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരും. അതിൻ്റെ കൂടെ നമ്മുടെ ചാനലിൻ്റെ വീട്ടുകാരനെ ഇച്ചിരി നല്ല ഓഫേഴ്സും ആക്സസറീസിൻ്റെ എല്ലാം ഓഫർ വരും. സോ ആഡൊന്നുമല്ല, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നവർ യൂട്ടിലൈസ് ചെയ്യുക. അവിടെ പോയി എടുത്ത് അത്യാവശ്യം നല്ല റെക്കോർഡ് കിട്ടും. പക്ഷേ സ്പീക്കേഴ്സ് മൾട്ടിമീഡിയനെ കുറിച്ച് പറയുമ്പോൾ വെരി ഗുഡ്, വെരി ആക്യുറേറ്റ്, നല്ല സൗണ്ട് ഉണ്ട്, നല്ല ലൗഡാണ്. പക്ഷേ ഡോൾബിയുടെ മോട്ടോയുടെ പ്രീമിയം ഫ്ലാഗ്ഷിപ്സിൽ കാണുന്ന സ്പീക്കർ അല്ല ഇത് ഭയങ്കര ലൗഡാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ക്രിസ്പിനെസ്സും ആ ക്ലാരിറ്റിയും ബേസും ഒക്കെ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ജനറൽ സ്പീക്കേഴ്സിനും വൈബ്രേഷൻ മോട്ടറും എല്ലാം ഓക്കെയാണ്. മോട്ടോയുടെ ഡിവൈസ് ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയേണ്ട, വൈബ്രേഷൻ മോട്ടറൊക്കെ ടു ദ പോയിന്റ്, ടു ദ ഡോട്ട്, സൂപ്പർബായിട്ട് അവരുടെ സോഫ്റ്റ്വെയറിൽ ഒരു കിടിലുമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ലൈഫ് ആൻഡ് ഡിസ്പ്ലേനെ കുറിച്ച് സംസാരിക്കാം. സി ഗൈസ്, ഒരു കാര്യം എന്ന് വെച്ചാൽ ബാറ്ററി ലൈഫ് ഇസ് റിയലി ഗുഡ്. 4200 mAh ഉള്ളെങ്കിലും നിങ്ങൾക്കൊരു 1 day കിട്ടും ഷുവറായിട്ട്. അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാം, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ദി തിങ് ഇസ് ലൈറ്റ് ടു മീഡിയം യൂസേജിന് ഈ ഫോൺ ഒട്ടും ചൂടും ആവത്തില്ല, ഒട്ടും ബാറ്ററി ഇങ്ങനെ വലിക്കത്തുമില്ല. നിങ്ങൾക്ക് 30 watt ചാർജിങ്ങും കിട്ടും, അതേപോലെ 15 watt വയർലെസ് ചാർജിങ് കിട്ടും. ബാറ്ററി ലൈഫിൽ കറക്റ്റ് എങ്ങനെ പ്ലേസ് ചെയ്യുമെന്ന് വെച്ചാൽ, നിങ്ങളൊരു സാധാരണ യൂസർ ഒരുപാട് ഗെയിമൊന്നും കളിക്കത്തില്ല. ഇച്ചിരി ഫോൺ വിളിക്കും, വാട്സപ്പ് നോക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, വാട്സപ്പ് നോക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ഫോട്ടോ ഒക്കെ എടുക്കുന്ന പരിപാടിയൊക്കെ ഉള്ളെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് 1 day സുഖമായിട്ട് കിട്ടുന്നൊരു ബാറ്ററി ലൈഫാണ്. ഒരു 6-6.5 മണിക്കൂറൊക്കെ എനിക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടി. അത് വളരെ റെസ്പെക്റ്റബിൾ ആണ് ഇതിൻ്റെ ഈ ഫിസിക്കൽ ഫോം ഫാക്ടർ വെച്ച്. ഹീറ്റിങ്ങിന് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ അതിനൊരു ഡൗൺ സൈഡും കൂടെ ഉണ്ട്. സി ഗൈസ്, ഇതിൻ്റെ ചിപ്സെറ്റ് ഉപയോഗിച്ചേക്കുന്ന Dimensity 7300X എന്ന് പറഞ്ഞ പ്രോസസ്സർ വലിയ സുഖമില്ലാത്തൊരു പ്രോസസ്സർ ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഇതെങ്ങനെ പ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ, മോട്ടോയുടെ H50 ഫ്യൂഷൻ ഇല്ലേ, അതിനെക്കാട്ടി ഇച്ചിരിയും കൂടെ പെർഫോമൻസേ ഉള്ളൂ, അതിൻ്റെ ഇരട്ടി വിലയായിട്ട്. അതേസമയം ഈ സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 ഉണ്ടല്ലോ, അത്രയും പോലും ഇത് പെർഫോം ചെയ്യുന്നില്ല എന്നൊരു ദുഷ്കരമായ സത്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്.
ശരിക്കും പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഒരു ലെഡ് ഡൗൺ ആയി പോയി. പക്ഷേ എങ്ങനെ നോക്കിയാലും ഹീറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഈ കുന്തിയില്ല. ഞാൻ ഗെയിം കളിച്ചും 1.5 GB ഗെയിമും കുറേ ഗെയിം കളിച്ച് നോക്കിയിട്ടൊന്നും ഫോണൊന്ന് ചെറുതായിട്ട് മോമാവുന്ന പോലുമില്ല. ത്രോട്ടലിംഗ് ഇഷ്യൂസോ പെർഫോമൻസ് ലെഡ് ഡൗൺസോ അങ്ങനെ ഒന്നുമില്ല. ഈ പ്രോസസ്സർ ഉള്ളെങ്കിൽ താനും അതിനെ മാക്സിമം ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് അഷ്വറായിട്ട് പറ്റും. ചെറിയ ലൈറ്റ് കാഷ്വൽ ഗെയിമിങ്ങിനൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. വേറൊരു സംഭവം, സാധാരണക്കാരന് ശരിക്കും വേറൊരു പോയിന്റ് ഫീൽ ചിന്തിച്ചാൽ ഈ പ്രോസസ്സർ നല്ല ബാറ്ററി ലൈഫും കിട്ടും, ഹീറ്റും ആവത്തില്ല. പക്ഷേ നിങ്ങളൊരു ഗെയിമർ അത്യാവശ്യം ഫോൺ നല്ലോണം പുഷ് ചെയ്യണം, നിങ്ങൾക്ക് നല്ല പ്രോസസ്സറൊക്കെ വേണമെന്ന് വെച്ചാൽ ഇതൊരു ലെഡ് ഡൗൺ ആണ് ഗൈസ്. ബട്ട് ഇൻ ജനറൽ ഞാൻ പറയാൻ പോവാ, ഞാൻ ഈ പ്രോസസ്സറിൻ്റെ വലിയ ഫാനല്ല. പക്ഷേ എൻ്റെ അമ്മ, എൻ്റെ കൊച്ചച്ഛൻ അവർക്കൊക്കെ ഈ ഫ്ലിപ്പ് ഫോൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് ഈ ഫ്ലിപ്പ് ഫോൺ ഒന്ന് ഭയങ്കര ഭീകര സാധനമൊന്നും അവർക്കൊക്കെ സംബന്ധിച്ച് ഈ പ്രോസസ്സർ പെർഫെക്റ്റ് ആണ്. കാരണം ലിറ്ററലി അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഇച്ചിരി മെസ്സേജ് അയക്കണം, ഇച്ചിരി ഫോട്ടോ എടുക്കണം, അതിനൊക്കെ പറ്റിയ സാധനം. വേണേൽ അവർ ലൈറ്റായിട്ട് ക്യാൻഡി ക്രഷ് എങ്ങനെ കളിച്ചാൽ ഉള്ളൂ, മനസ്സിലായോ? അതിനൊക്കെ പറ്റിയ പ്രോസസ്സറാണ് ശരിക്കും. ഈ പ്രോസസ്സർ ലെഡ് ഡൗൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. അതാ പറയുക, ഹീറ്റിങ്ങും ബാറ്ററി ലൈഫും അൺഎക്സ്പെക്റ്റഡ്ലി എനിക്ക് ഇത്ര കിടിലമായിട്ട് തോന്നാൻ കാരണം ഇതിൻ്റെ പ്രോസസ്സർ ഇത്രയും അണ്ടർ പവർ ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് ക്യാമറാസിനെ കുറിച്ച് സംസാരിക്കാം ഗൈസ്. എനിക്ക് ക്യാമറാസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കവർ സ്ക്രീൻ ഉണ്ടല്ലോ, കവർ സ്ക്രീനിനകത്ത് നമുക്ക് സെൽഫി എടുക്കുമ്പോൾ നമ്മൾ കാണാം. എല്ലാ ഫ്ലിപ്പിൻ്റെയും കണക്കിതാണ്. പക്ഷേ ഇതിൻ്റെ കവർ സ്ക്രീൻ അത്യാവശ്യം വലുതായതുകൊണ്ടും ഒരുപാട് പ്രാക്ടിക്കൽ യൂസേജ് ഉണ്ട്. മെസ്സേജ് വായിക്കാം, നമുക്ക് വാട്സാപ്പിൽ റിപ്ലൈ കൊടുക്കാം, ജെമിനായി ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, നമ്മുടെ OTP ഒക്കെ തപ്പിയെടുക്കാം, ഗാലറിയൊക്കെ കാണാം. അതൊക്കെ നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ച് നിങ്ങളത് എത്ര യൂട്ടിലൈസ് ചെയ്യുന്നതനുസരിച്ചും ആ കവർ സ്ക്രീനിൻ്റെ വാല്യൂ ആഡിങ് പ്രൊപ്പോസിഷൻ നിങ്ങൾക്കുണ്ടാവും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും തോന്നിയത് സെൽഫി എടുക്കാനാണ്. ശരിക്കും നമ്മളതിൻ്റെ സെൽഫി ക്യാമറ നോക്കത്തു പോലും ഈ സാധനം ഫ്ലിപ്പ് ഉണ്ടായതുകൊണ്ട് മടക്കി വെക്കുക, സെൽഫി എടുക്കുക, അത് അതിൻ്റെതായ ഒരു സുഖമാണ്. ആൻഡ് സെൽഫീസ് ആർ റിയലി ഗുഡ്. കാരണം അത് പ്രൈമറി ക്യാമറ തന്നെ ഉപയോഗിച്ചേക്കുന്നത്. സോ ക്യാമറ സിസ്റ്റത്തിൻ്റെ ഓവറോൾ പറഞ്ഞാൽ മോട്ടോയുടെ ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ക്യാമറ പ്രോസസ്സിങ്ങും ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഒപ്റ്റിക്സും അല്ല കൊടുത്തേക്കുന്നത്. ഇവർക്ക് ടെലിഫോട്ടോ ലെൻസ് ഇല്ല, പകരം വൈഡ് ആംഗിൾ ആണ്. അതിനൂടെ തന്നെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ് ഇറ്റ് ഇസ് കുഴപ്പമില്ലാത്തൊരു ആവറേജ് പ്രോസസ്സിങ്. എനിക്കൊരു കാര്യം പറയുന്നത്, 50,000 രൂപയ്ക്കകത്ത് ബെസ്റ്റ് ക്യാമറ ഫോണാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. ഇതിലും നല്ല ക്യാമറ സിസ്റ്റം, നല്ല സിസ്റ്റം ആസ് സച്ച് നിങ്ങൾക്ക് കിട്ടും. ക്യാമറ ടെലിഫോട്ടോ ഉള്ളതും വൈഡ് ആംഗിൾ ഉള്ളതും എല്ലാം ഉള്ളത് സെപ്പറേറ്റ് അറേയുള്ള സാധനങ്ങളുണ്ട് ഈ 50,000 രൂപയ്ക്കകത്ത്. പക്ഷേ എൻ്റെ ക്യാമറ ഭയങ്കര ലഡാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. ഇതൊരു കറക്റ്റ് അബവ് ടു അബവ് ആവറേജ്, കുഴപ്പമില്ല, കൊള്ളാം ടൈപ്പ് ഓഫ് ക്യാമറ. ഭയങ്കര കോൺട്രാസ്റ്റിയാണ് ഇമേജസ് ഇവിടെ എല്ലാം. സ്കിൻ ടോൺ അവർ അത്യാവശ്യം വർക്ക് ഓൺ ചെയ്തിട്ടുള്ള പോലെ എനിക്ക് തോന്നി. കാരണം നമ്മുടെ ബ്രൗൺ സ്കിൻസൊക്കെ അത്യാവശ്യം അതേപോലെ കാണിക്കുന്നുണ്ട്. ഭയങ്കര റെഡിഷ് ആയിട്ടും അല്ല, ഭയങ്കര വൈറ്റ് ആയിട്ടും അല്ല. അതുകൊണ്ട് അതിനൊരു പ്രോ പോയിന്റ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റും HDR ഒരുമിച്ച് കൊണ്ടുവരുത്തുന്നൊരു പരിപാടിയുണ്ട്. അതെനിക്ക് ചിലപ്പം ഞാൻ അതിൻ്റെ ഭയങ്കര ഫാനല്ല. അപ്പോൾ ഒരു അൺനാച്ചുറൽ ടൈപ്പ് ഓഫ് ഫോട്ടോസ് കിട്ടും. അത് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ. ബട്ട് അതർ ദാൻ ദാറ്റ് സാച്ചുറേഷനും കാര്യങ്ങളൊന്നും ബൂസ്റ്റ് ചെയ്ത് വെറുപ്പിക്കുന്നൊന്നുമില്ല. അത്യാവശ്യം നോർമലായിട്ട് തന്നെ ഇട്ടേക്കുന്നത്. ഐ ലൈക്ക് ഇറ്റ്. ദിസ് ഇസ് കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു ക്യാമറ സിസ്റ്റം. വീഡിയോസിനെ സംബന്ധിച്ച് സ്റ്റെബിലൈസേഷൻ ഇച്ചിരി കൂടെ ഇമ്പ്രൂവ് ആയിരുന്നെങ്കിൽ നന്നായി തോന്നി തന്നെ. അതിൻ്റെ ആ ക്യാം കോഡർ മോഡുണ്ടല്ലോ, മറ്റേ ക്യാം കോഡർ പറഞ്ഞ് പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റും. അതും ഒരു രസമുള്ളൊരു ഫൺ ഫീച്ചറാണ്. പക്ഷേ അതിന് പ്രാക്ടിക്കലി എത്ര പേര് യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ വളരെ ചുരുക്കം പേരെ യൂസ് ചെയ്യും. ആപ്പിളിൻ്റെ ക്യാമറ ക്യാപ്ചർ ബട്ടനെ കണക്ക്. ഗൈസ്, വീഡിയോ അബൌട്ട് iPhone 16 കമ്മിങ് സൂൺ, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഓവറോൾ ഇതിൻ്റെ ക്യാമറ സിസ്റ്റം കുഴപ്പമില്ല. ഈ പ്രൈസ് റേഞ്ചിനും ഈ ഫോം ഫാക്ടറും ഈ ഒരു യുണീക്ക് പെർസ്പെക്റ്റീവ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. ഇനി നമുക്ക് OSനെ കുറിച്ച് പറയുമ്പം ഗൈസ്, മോട്ടോയുടെ ഹലോ UI എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡിസ്പൈറ്റ് ദ ഫാക്ട് അതിന് റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് മോട്ടോ കഴിഞ്ഞ 1-2 വർഷമായിട്ട് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. അവർ 3 years ഓഫ് OS അപ്ഡേറ്റ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ക്ലീൻ മിനിമൽ യൂസേജും എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഓൾ റിയലി ഗുഡ് അല്ലേ? എനിക്കത് ഭയങ്കരമായിട്ട് തോന്നി. പിന്നെ എനിക്ക് മോട്ടോ കോൺസ്റ്റൻ്റ്ലി അവരുടെ സോഫ്റ്റ്വെയർസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമം എന്ന് വെച്ചാൽ, പണ്ട് ജാമ്പുവിൻ്റെ കാലത്തൊക്കെയായിരുന്നു അപ്ഡേറ്റ് കിട്ടുന്നത്, 1 കൊല്ലം കഴിഞ്ഞാൽ അടുത്ത കൊല്ലം കിട്ടും. പക്ഷേ ഇപ്പം 6 മാസം വെച്ചൊക്കെ കിട്ടി തുടങ്ങി എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. ദാറ്റ് ഇസ് റിയലി ഗുഡ്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ വേറെ എനിക്ക് വലിയതായി കുറ്റമൊന്നുമില്ല. നിങ്ങൾ നല്ലോണം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ നല്ലോണം റിഫൈൻഡ് പോളിഷിങ് സ്മൂത്ത് ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടും. ഒരുപാട് ബഗ്സോ സ്റ്റഡേഴ്സോ ബ്ലോട്ട്വെയർസോ ഒന്നുമില്ലാത്ത നല്ലൊരു സോഫ്റ്റ്വെയർ. സോ ഗൈസ്, ഈ ഫോൺ ഞാൻ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു വെച്ചാൽ, നിങ്ങൾക്കൊരു ഫോൾഡബിൾ വേണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ അത്യാവശ്യം ഗെയിം കളിക്കുകയോ ഫോൺ പുഷ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. കാഷ്വൽ യൂസേജും പിന്നെ ഇച്ചിരി പ്രൊഡക്ടിവിറ്റി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, ലൈറ്റ് പരിപാടികളൊക്കെ ആണെങ്കിൽ ദിസ് ഈസ് ദി ഫോൾഡബിൾ ഫോർ യു. എനിക്ക് തോന്നി ഏറ്റവും വാല്യൂ ഫോർ മണി ഫോൾഡബിൾ ഫോർ ഭയങ്കര എക്സ്ട്രീം അല്ലാത്ത യൂസേഴ്സ് ഇതാണ്. 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിടിലം ഡിസൈൻ, കിടിലം ഫോം ഫാക്ടർ, നല്ല ബാറ്ററി ലൈഫ്, നല്ല ഡിസ്പ്ലേ, കുഴപ്പമില്ലാത്ത ക്യാമറാസ് എല്ലാം കിട്ടുന്നുണ്ട്. സോ
ഒരുപാട് സാക്രിഫൈസ് ഒന്നും ഇല്ല. ഈ ഫോണിന് നിങ്ങൾക്ക് എക്സ്ട്രീമായിട്ട് പുഷ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവോട് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു സാംസങ്ങിനൊക്കെ ഒരു അടിയ പോലെ തോന്നി. കാരണം ഇതിൻ്റെ ക്രീസ് മെക്കാനിസം ഭയങ്കര ഇമ്പ്രസീവാണ്. അത് നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു വീഡിയോ ഒക്കെ കാണുമ്പം ഇല്ലയെന്ന് തന്നെ തോന്നും. സോ ഗൈസ്, ദാറ്റ് ഇസ് ഇറ്റ്. എനിക്ക് ഈ ഫോൾഡബിൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പക്ഷേ നിങ്ങൾ ഓൾറൗണ്ടർ 50K ബെസ്റ്റ് ഫോണാണോ നോക്കുന്നതെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി ഫോൾഡബിൾ തന്നെയാണ്. ശ്രീ ഹിയർ, ലവ് യു.